ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ ടോപ്പിക്കിലേക്ക് പോവുകയാണ്, നെറ്റ്വർക്ക് ഫങ്ഷൻസ്. ഓക്കെ, അപ്പോൾ എന്താണ് നെറ്റ്വർക്ക് ഫങ്ഷൻസ്? റിലേഷൻ ബിറ്റ്വീൻ ട്രാൻസ്ഫോം ഓഫ് എക്സൈറ്റേഷൻ ടു ട്രാൻസ്ഫോം ഓഫ് റെസ്പോൺസ്. ഓക്കെ, അപ്പോൾ എക്സൈറ്റേഷൻ ടു റെസ്പോൺസ് അതിൻ്റെ റിലേഷൻ എന്ന് പറയുന്നതാണ് നെറ്റ്വർക്ക് ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫിഗർ 2 എൻ്റെ ഫിഗർ നമുക്ക് കാണാം, ഒരു 1 പോർട്ട് നെറ്റ്വർക്കും 2 പോർട്ട് നെറ്റ്വർക്കും. ഇപ്പോൾ 1 പോർട്ട് നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് V1 എന്ന് പറഞ്ഞൊരു കറണ്ട് ഉണ്ട്, V1 എന്ന് പറയുന്ന വോൾട്ടേജ് ആൻഡ് I1 എന്ന് പറയുന്ന കറണ്ട്. ഓക്കെ, അപ്പോൾ 1 പെയർ ഓഫ് ടെർമിനൽസ് ആണ് 1 പോർട്ട് നെറ്റ്വർക്കിനുള്ളത്. 1 എന്ന് നമുക്ക് എടുക്കാം. ദെൻ 1 പോർട്ട് നെറ്റ്വർക്കിൽ ഒരു കറണ്ടാണുള്ളത് ആൻഡ് ഒരു വോൾട്ടേജാണ്. ഓക്കെ, 1 വോൾട്ടേജ് ആൻഡ് 1 കറണ്ട് 1 പോർട്ട് നെറ്റ്വർക്ക്. അപ്പോൾ 1 പോർട്ട് നെറ്റ്വർക്ക് ഒരു സൈഡിൽ മാത്രമാണ് നമ്മൾ ആ ഇൻപുട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഒരു ഇൻപുട്ട് ഒരു വോൾട്ടേജ് അതിന് അക്രോസ് കൊടുക്കുന്നു, ആ വോൾട്ടേജ് കാരണം ഉണ്ടാകുന്ന ഒരു കറണ്ട്. ഓക്കെ, നമുക്ക് ആവശ്യം 2 പോർട്ട് നെറ്റ്വർക്കാണ്. നമ്മൾ ഈ നെറ്റ്വർക്ക് ഫങ്ഷൻസിന് യൂസ് ചെയ്യുന്നത് മെയിൻലി 2 പോർട്ട് നെറ്റ്വർക്ക്സ് ആണ്. 2 പോർട്ട് നെറ്റ്വർക്ക്സ് 2 പെയർ ഓഫ് ടെർമിനൽസ് ഉണ്ട്, 1 ആൻഡ് 2 ഓക്കെ, ഇപ്പോൾ 2 വോൾട്ടേജസും ഉണ്ട്, V1 ആൻഡ് V2. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 കറണ്ടും ഉണ്ട്, I1 ആൻഡ് I2. ഓക്കെ, സോ അപ്പോൾ ഇതാണ് നമ്മുടെ 2 പോർട്ട് നെറ്റ്വർക്ക്. അപ്പോൾ ഇതിൽ നമ്മൾ ട്രാൻസ്ഫോം ഓഫ് എക്സൈറ്റേഷൻ ടു ട്രാൻസ്ഫോം ഓഫ് റെസ്പോൺസ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ്വർക്ക് ഫംഗ്ഷൻ കിട്ടും. ഓക്കെ, മൂവിങ് ഓൺ ടു ട്രാൻസ്ഫർ ഫങ്ഷൻസ് ഓഫ് 2 പോർട്ട് നെറ്റ്വർക്ക്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഡ്രൈവിംഗ് പോയിൻറ്റ് ഇമ്പിഡൻസ് ഓർ ഇമ്പിഡൻസ്. അതെന്ന് പറയുന്നത് ZS. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യം എന്താ 1 പോർട്ട് നെറ്റ്വർക്ക് പറഞ്ഞു. അപ്പോൾ നമ്മൾ ജസ്റ്റ് 1 പോർട്ട് നെറ്റ്വർക്ക് നോക്കുകയാണ്. ദെൻ വിൽ ബി ലുക്കിംഗ് ഓൺ ടു 2 പോർട്ട് നെറ്റ്വർക്ക്. അപ്പോൾ 1 പോർട്ട് നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ അതിൽ വേറെ ഒന്നും വരുന്നില്ല, ZS ഈക്വൽ ടു VS/IS. ഓക്കെ, ആൻഡ് അഡ്മിറ്റൻസ് YS ഈക്വൽ ടു 1/ZS. അപ്പോൾ നമുക്കറിയാം ഇമ്പിഡൻസിൻ്റെ റെസിപ്രോക്കലാണ് അഡ്മിറ്റൻസ്. സോ YS ഈക്വൽ ടു 1/ZS വിച്ച് ഇസ് ഈക്വൽ ടു I/V. ഓക്കെ, അപ്പോൾ 1 പോർട്ട് നെറ്റ്വർക്കിൻ്റെ ഡ്രൈവിംഗ് പോയിൻറ്റ് ഇമ്പിഡൻസ് നമ്മൾ നോക്കി, ZS അതെന്ന് പറയുന്നത് അതിൻ്റെ നമ്മൾ ഇൻപുട്ട് കൊടുത്ത V1/I1. ദെൻ അഡ്മിറ്റൻസ് എന്ന് പറയുമ്പോൾ 1 ഇമ്പിഡൻസ് ആണ്, സോ IS/VS. ഓക്കെ, അപ്പോൾ 1 പോർട്ട് നെറ്റ്വർക്ക് അവിടെ കഴിഞ്ഞു. നമുക്ക് വേണ്ടത് 2 പോർട്ട് നെറ്റ്വർക്കാണ്. സോ ഫോർ എ 2 പോർട്ട് നെറ്റ്വർക്ക് അപ്പോൾ നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് ആദ്യം ടെർമിനൽ 1 എന്ന് പറയുന്ന പോർട്ടിലാണ്. അപ്പോൾ ഇമ്പിഡൻസ് അറ്റ് 1 വിച്ച് ഇസ് ഈക്വൽ ടു Z11. സോ Z11 ഓഫ് S ഈക്വൽ ടു V1S ബൈ I1S. ഓക്കെ, അതുപോലെ Z22 ഓഫ് S ഈക്വൽ ടു V2S ബൈ I2S. അപ്പോൾ അതെന്താണ്? അപ്പോൾ നമുക്ക് ഫോർ എ 2 പോർട്ട് നെറ്റ്വർക്ക് വിത്തൗട്ട് ഇൻറ്റേർണൽ സോഴ്സസ് ദ ഡ്രൈവിംഗ് പോയിൻറ്റ് ഇമ്പിഡൻസ് ഫംഗ്ഷൻ അറ്റ് പോർട്ട് 1 is the ratio of transform voltage at port 1 to the transform current at the same port. അപ്പോൾ Z11 എന്ന് പറയുന്നത് ട്രാൻസ്ഫോം വോൾട്ടേജ് V1S at port 1 divided by transform current at the port 1 അതാണ് Z11. അപ്പോൾ Z22 അത് നമുക്ക് എങ്ങനെ എഴുതാം? ട്രാൻസ്ഫോം വോൾട്ടേജ് അറ്റ് ദ പോർട്ട് 2 ഡിവൈഡ് ബൈ ട്രാൻസ്ഫോം കറണ്ട് അറ്റ് ദ വോൾട്ടേജ് 2 ഓക്കെ, അപ്പോൾ Z11 ആൻഡ് Z22 ഇത് രണ്ടും നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അഡ്മിറ്റൻസ് ആണ് പറയുന്നത്. അപ്പോൾ ഡ്രൈവിംഗ് പോയിൻറ്റ് അഡ്മിറ്റൻസ് Y11 ഓഫ് S ഈക്വൽ ടു, ഇപ്പോൾ 11 എന്ന് പറയുമ്പോൾ പോർട്ട് 1 സോ ട്രാൻസ്ഫർ കറണ്ട് അറ്റ് പോർട്ട് 1 ഡിവൈഡഡ് ബൈ ട്രാൻസ്ഫർ വോൾട്ടേജ് അറ്റ് 1 അപ്പോൾ എന്ന് പറയുമ്പോൾ I1 1 ട്രാൻസ്ഫർ കറണ്ട് എന്ന് പറയുന്നത് I1 ആണ്, ട്രാൻസ്ഫർ വോൾട്ടേജ് അറ്റ് 1 എന്ന് പറയുമ്പോൾ V1 ആണ്. സോ Y1S ഈക്വൽ ടു I1S ഡിവൈഡഡ് ബൈ V1S. ഓക്കെ, ദെൻ Y22 for driving point impedance at port 22. Driving point admittance. Y എന്ന് പറയുമ്പോൾ admittance ആണ്. Driving point admittance
അപ്പോൾ Y22 of S equal to transfer current at port 22 divided by transfer voltage at port 22. So I2S divided by V2S. അപ്പോൾ നമുക്ക് ഡ്രൈവിംഗ് പോയിൻറ്റ് അഡ്മിറ്റൻസ് നമുക്ക് കിട്ടി. നെക്സ്റ്റ് എന്ന് പറയുന്നത് വോൾട്ടേജ് ട്രാൻസ്ഫർ റേഷ്യോ. വാട്ട് ഈസ് വോൾട്ടേജ് ട്രാൻസ്ഫർ റേഷ്യോ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് വോൾട്ടേജ് ട്രാൻസ്ഫോം അറ്റ് വൺ പോർട്ട് ടു ദ വോൾട്ടേജ് ട്രാൻസ്ഫോം അറ്റ് ദ അതർ പോർട്ട്. ഓക്കെ, സോ G21, അപ്പോൾ വോൾട്ടേജ് ട്രാൻസ്ഫർ റേഷ്യോ റെപ്രസെൻ്റ് ചെയ്യുന്നത് G എന്നാണ്. സോ G21 ഓഫ് S ഈക്വൽ ടു, അപ്പോൾ നമ്മൾ പറഞ്ഞു ട്രാൻസ്ഫർ വോൾട്ടേജ് ട്രാൻസ്ഫോം അറ്റ് വൺ പോർട്ട്, അപ്പോൾ G21 അല്ലേ. സോ സെക്കൻഡ് പോർട്ട് 22 V2S ഡിവൈഡ് ബൈ V1S. അപ്പോൾ G21, സോ നമുക്ക് ന്യൂമറേറ്റർ 2 ഡിനോമിനേറ്റർ 1 ഓർക്കാൻ എളുപ്പത്തിന് അങ്ങനെ പഠിച്ചാൽ മതി. വോൾട്ടേജ് ട്രാൻസ്ഫർ റേഷ്യോ G21 ഈക്വൽ ടു V2 ബൈ V1. അതുപോലെ G12, അപ്പോൾ വോൾട്ടേജ് ട്രാൻസ്ഫർ റേഷ്യോ G12 ഈക്വൽ ടു V1 ഓഫ് S ഡിവൈഡ് ബൈ V2 ഓഫ് S. ഓക്കെ, അപ്പോൾ G21 എന്ന് പറയുന്നത് V2 ബൈ V1 ആൻഡ് G12 എന്ന് പറയുന്നത് V1 ബൈ V2. നെക്സ്റ്റ് കറണ്ട് ട്രാൻസ്ഫോം റേഷ്യോ. അപ്പോൾ നമ്മൾ വോൾട്ടേജ് ട്രാൻസ്ഫർ റേഷ്യോ പറഞ്ഞ പോലെ തന്നെയാണ് കറണ്ട് ട്രാൻസ്ഫർ റേഷ്യോ, വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ആൽഫ 12 ഓഫ് S ഈക്വൽ ടു I1 ഓഫ് S ഡിവൈഡഡ് ബൈ I2 ഓഫ് S. സിംപ്ലി I1 ബൈ I2 നമുക്ക് എഴുതാം. ആൽഫ 21 ഓഫ് S ഈക്വൽ ടു I2S ഡിവൈഡഡ് ബൈ I1S, I2 ബൈ I1. അപ്പോൾ ആൽഫ 12 എന്ന് പറയുമ്പോൾ I1 ബൈ I2 ആൻഡ് ആൽഫ 21 എന്ന് പറയുമ്പോൾ I2 ബൈ I1. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് ട്രാൻസ്ഫർ റേഷ്യോ ആയി, കറണ്ട് ട്രാൻസ്ഫർ റേഷ്യോ ആയി. നെക്സ്റ്റ് ട്രാൻസ്ഫർ ഇമ്പിഡൻസ്. അപ്പോൾ വാട്ട് ഇസ് ട്രാൻസ്ഫർ ഇമ്പിഡൻസ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് വോൾട്ടേജ് ട്രാൻസ്ഫോം അറ്റ് വൺ പോർട്ട് ടു ദ കറണ്ട് ട്രാൻസ്ഫോം അറ്റ് ദ അതർ പോർട്ട്. ഓക്കെ, സോ അവർ ഇതുവരെ നമ്മൾ പറഞ്ഞത് ഒന്നിൽ സെയിം പോർട്ടായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ വോൾട്ടേജ് ട്രാൻസ്ഫർ റേഷ്യോ ആൻഡ് കറണ്ട് ട്രാൻസ്ഫർ റേഷ്യോ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് പോർട്ട്. അപ്പോൾ ട്രാൻസ്ഫർ ഇമ്പിഡൻസും അതുപോലെ തന്നെയാണ്. Z12 ഓഫ് S ഈക്വൽ ടു V1S ഡിവൈഡഡ് ബൈ I2 ഓഫ് S, ദാറ്റ് ഇസ് V1 ബൈ I2. അപ്പോൾ Z12, അപ്പോൾ ഫസ്റ്റ് പോർട്ടിലെ വോൾട്ടേജ് ഡിവൈഡ് ബൈ സെക്കൻഡ് പോർട്ടിലെ കറണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം Z21 എന്ത് വരും? നേരെ ഓപ്പോസിറ്റ്, സെക്കൻഡ് പോർട്ടിലെ വോൾട്ടേജ് V2 ഡിവൈഡ് ബൈ ഫസ്റ്റ് പോർട്ടിലെ കറണ്ട് I1. സോ Z12 ഈക്വൽ ടു V1 ബൈ I2 ആൻഡ് Z21 ഈക്വൽ ടു V2 ബൈ I1. ഓക്കെ, ലാസ്റ്റ് വൺ ട്രാൻസ്ഫർ അഡ്മിറ്റൻസ്. ഇപ്പോൾ ട്രാൻസ്ഫർ അഡ്മിറ്റൻസ് എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് കറണ്ട് ട്രാൻസ്ഫോം അറ്റ് വൺ പോർട്ട് ടു ദ വോൾട്ടേജ് ട്രാൻസ്ഫോം അറ്റ് ദ അതർ പോർട്ട്. ഓക്കെ, അപ്പോൾ നേരെ തിരിഞ്ഞു. സോ ട്രാൻസ്ഫർ അഡ്മിറ്റൻസ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് Y എന്നാണ്. നമ്മൾ ട്രാൻസ്ഫർ ഇമ്പിഡൻസ് റെപ്രസെൻറ്റ് ചെയ്ത Z എന്നാണ്. കറണ്ട് ട്രാൻസ്ഫോമർ റേഷ്യോ റെപ്രസെൻറ്റ് ചെയ്ത ആൽഫയാണ്. വോൾട്ടേജ് ട്രാൻസ്ഫർ റേഷ്യോ റെപ്രസെൻറ്റ് ചെയ്തത് G ആണ്. ഓക്കെ, സോ അപ്പോൾ കറണ്ട് ട്രാൻസ്ഫർ അഡ്മിറ്റൻസ് Y21, അപ്പോൾ സെക്കൻഡ് പോർട്ടിലെ കറണ്ട് I2 ഡിവൈഡ് ബൈ ഫസ്റ്റ് പോർട്ടിലെ വോൾട്ടേജ്. സോ Y21S ഈക്വൽ ടു I2S ഡിവൈഡ് ബൈ V1S. ദെൻ Y12 ഓഫ് S ഈക്വൽ ടു ഫസ്റ്റ് പോർട്ടിലെ കറണ്ട് I1 ഡിവൈഡ് ബൈ സെക്കൻഡ് പോർട്ടിലെ വോൾട്ടേജ് V2. സോ Y12 ഓഫ് S ഈക്വൽ ടു I1S ഡിവൈഡഡ് ബൈ V2S. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ പറഞ്ഞു. 4 ട്രാൻസ്ഫർ ഫംഗ്ഷൻസാണ് മെയിൻലി ഉള്ളത്. വോൾട്ടേജ് ട്രാൻസ്ഫർ റേഷ്യോ, കറണ്ട് ട്രാൻസ്ഫർ റേഷ്യോ, ട്രാൻസ്ഫർ ഇമ്പിഡൻസ് ആൻഡ് ട്രാൻസ്ഫർ അഡ്മിറ്റൻസ്.